നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നേപ്പാളിലേക്ക് ഒരു സോളോ ട്രാവൽ ചെയ്തു. അതിലെ വിവരങ്ങളാണ് ഈ പരമ്പരയിൽ ഉൾക്കൊള്ളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കൊച്ചി ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നും എവിടേക്ക് ഞാൻ യാത്ര പോയാലും ഇവിടെ വന്ന് ഈ രംഗങ്ങളൊന്ന് പകർത്താറുണ്ട്. ഈ പ്രാവശ്യവും ഞാൻ നേപ്പാളിലേക്കാണ് പോകുന്നത്. കൊച്ചി ടു ഡൽഹിയിൽ നിന്നും കാഠ്മണ്ഡു. അതാണ് എൻ്റെ ഫ്ലൈറ്റ് ഐറ്റിനറി. ഇവിടെ വന്ന് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ചിത്രീകരിച്ചെങ്കിൽ മാത്രമേ യാത്ര പൂർണ്ണമാകൂ എന്നെനിക്കൊരു മിഥ്യാധാരണയുണ്ട്. കഥകളിലെ ഒരു പച്ചവേഷം, ഈ മുദ്രകളൊക്കെ ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് യാതൊരു അറിവുമില്ല. ഒരു 4 കെട്ടിൻ്റെയും മറ്റും ചിത്രീകരണമായിരുന്നു അത്. നമ്മുടെ കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങളിൽ ചില ഭാഗങ്ങൾ. ഓട്ടംതുള്ളൽ. ഞങ്ങൾ അമ്പലപ്പുഴക്കാർക്ക് വളരെ സുപരിചിതമാണ് ഓട്ടംതുള്ളൽ. കഥകളി ഗ്രൂപ്പും. സെക്യൂരിറ്റി ചെക്കപ്പും മറ്റും കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ഡിപ്പാർച്ചർ ഹാളിൽ വന്നു. നമ്മുടെ ഫ്ലൈറ്റ്, ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എയർ ഇന്ത്യ ഫ്ലൈറ്റാണ് നമുക്ക് ഉള്ളത്. ബഡ്ജറ്റ് ട്രാവൽ ഉദ്ദേശിക്കുന്നവർക്ക് ട്രെയിനിൽ പോകുന്നതായിരിക്കും എളുപ്പം. പക്ഷേ ഞാൻ ഫ്ലൈറ്റാണ് തിരഞ്ഞെടുത്തത്. ഡൽഹിയിൽ നിന്നും കാഠ്മണ്ഡുവിലേക്ക് മറ്റൊരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഉണ്ട്. അതിന് 5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഡൽഹി എയർപോർട്ടിൽ. फ्लाइंग रिटर्न्स और स्टार अलायंस सदस्यों का भी हम हार्दिक स्वागत करते हैं। हमारा काठमांडू तक का उड़ान समय 1 घंटा और 10 मिनट रहेगा। कप्तान मनमोहन सिंह नेगी कमान में है और उनके साथ हैं फ्लाइट डेक में कप्तान शिव कुमार गुप्ता। मेरा नाम प्रवीण कुमार है, मैं आपका कैबिन सुपरवाइजर हूँ। हम आशा करते हैं आपकी उड़ान सुखद हो। धन्यवाद। ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും കാഠ്മണ്ഡുവിലേക്കുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റ് അതിമനോഹരമായ ഒരു ടേക്ക് ഓഫ്. ഇനി ഞാൻ പോകുന്ന നേപ്പാളിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഔദ്യോഗികമായി ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് നേപ്പാൾ ദക്ഷിണേഷ്യയിലെ ഒരു കര നിറഞ്ഞ പ്രദേശമാണ് ഇത്. പ്രധാനമായും ഹിമാലയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇൻഡോ ഗംഗാ സമതലത്തിൻ്റെ ഭാഗങ്ങളും ഉൾപ്പെടുന്നു. ഇത് ചൈനയുടെ വടക്ക് തിബറ്റ് ഭരണപ്രദേശത്തിൻ്റെയും തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നിവിടങ്ങളിൽ ഇന്ത്യയുടെയും അതിർത്തിയിലാണ്. അതേസമയം ബംഗ്ലാദേശിൽ നിന്നും സിലിഗുരി ഇടനാഴിയും ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യൻ സംസ്ഥാനമായ സിക്കിമും ഇടുങ്ങിയതായി വേർതിരിക്കുന്നു. ഇത് ഫലപുഷ്ടിയായ സമതലങ്ങൾ, സബാൻ പൈൽ വനങ്ങളുള്ള കുന്നുകൾ, ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ് ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 10 പർവ്വതങ്ങളിൽ 8 എണ്ണവും എന്നിവ ഉൾപ്പെടെ നേപ്പാളിന് വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രമുണ്ട്. अब हम लैंडिंग की तैयारी कर रहे हैं। कृपया अपनी सीट पर लौट जाएं। अपना सामान ऊपर बने सामान कक्ष में अपने सामने की सीट के नीचे रखिए। अपनी सीट सीधी रखिए, सीट बेल्ट बांधें। നമ്മൾ കാഠ്മണ്ഡു എയർപോർട്ടിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അത് എയർപോർട്ടിൽ ലാൻഡാകും. ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്ന പോലെ ഹിമാലയത്തിന് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് സമതലങ്ങൾ വളരെ കുറവാണ്. നമ്മൾ എയർപോർട്ടിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഫൈനൽ അപ്രോച്ച്. മനോഹരമായ ഒരു ലാൻഡിങ്. നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ നിഴലാണ് കാണുന്നത്. ആ നിഴലിനോടൊപ്പമാണ് നമ്മുടെ ഒരു ക്യാമറ തിരിക്കുന്നത്. ടച്ച് ഡൗൺ. അതിസ്മൂത്ത്, വളരെ മനോഹരമായ ഒരു ലാൻഡിങ്. Ladies and gentlemen, Air India is pleased to announce 25 minutes early arrival in Kathmandu. Welcome to Tribhuvan International Airport where the local time is. കാഠ്മണ്ഡു എയർപോർട്ടിൽ വന്നിറങ്ങിയ ഞാൻ എൻ്റെ ഐറ്റിനറി പ്രകാരം ചിത്വാനിലേക്ക് പോയി. ചിത്വാനിൽ ചെന്ന് നമുക്ക് നമ്മുടെ ബോബിയായിട്ടൊന്ന് ഒരു അഭിമുഖം എടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിനുശേഷം 2 ദിവസം അവിടെ താമസിക്കുകയും ചിത്വാനും പരിസരങ്ങളും കവർ ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും പൊക്രാനിലേക്ക് വരണം. പൊക്രാനിൽ 2 ദിവസം താമസിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ടതിന് ശേഷം വീണ്ടും തിരിച്ച് കാഠ്മണ്ഡുവിൽ വന്ന് 2 ദിവസം താമസിച്ച് ഇവിടെ നിന്നും തിരിച്ച് ഡൽഹിയിൽ നിന്നും കൊച്ചി. ഇതാണ് എൻ്റെ ഐറ്റിനറി. അപ്പോൾ ചിത്വാനിലേക്കുള്ള യാത്ര ഞാൻ ബസ്സിലാണ് തിരഞ്ഞെടുത്തത്. കാഠ്മണ്ഡുവിൽ നിന്നും ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് ചിത്വാൻ എത്തും എന്ന് ഒരു സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും 6 മണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾ ചിത്വാനിൽ എത്തിച്ചേർന്നത്. ബോബിയുമായിട്ടുള്ള അഭിമുഖത്തിലേക്ക്. നമസ്തേ. ഞാൻ ബോബിയാണ്. എൻ്റെ സ്വദേശം ഞാൻ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലെ പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് എൻ്റെ വീട്. ഞാനിവിടെ നേപ്പാളിൽ വന്നിട്ട് 15 കൊല്ലമായി. അപ്പോൾ ഞാൻ നേപ്പാളിൽ ഒരു 2009 സെപ്റ്റംബർ മാസത്തിൽ വന്നതാണ്. അപ്പോൾ നേപ്പാളിൽ വരുന്നത് എങ്ങനെയാണ്? ഞാൻ വരുമ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടാണ് വന്നത്. അതിനുശേഷം ഞാൻ നേപ്പാളിൽ വന്ന് 15 വർഷം എൻ്റെ പ്രവർത്തന മേഖലയിൽ ഞാനെല്ലാം
കണ്ട് പഠിച്ച് എനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ വരാം, നേപ്പാളിൽ എന്തൊക്കെയാണ് കാണാനുള്ളത്. നേപ്പാൾ നമ്മുടെ തൊട്ട് അയൽവക്കത്തെ രാജ്യമാണ്. അപ്പോൾ പലർക്കും അറിയാൻ പാടില്ലാത്തൊരു സംഗതിയാണ് നേപ്പാളിൽ എങ്ങനെ വരാം, ട്രെയിനിന് വരാൻ പറ്റുമോ, ഫ്ലൈറ്റിന് വരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം വേണം, നമുക്ക് എന്തൊക്കെയാണ് കാണാനുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് നമ്മുടെ നേപ്പാളിലാണെന്ന് നമുക്കറിയാം. അതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ 10 കൊടുമുടികളിൽ 8 നേപ്പാളിലാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ സഞ്ചരിക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് നമ്മുടെ നേപ്പാൾ. അതായത് ഇവിടുത്തെ നമുക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്ത് പോയൊരു അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു പ്രതീതിയാണ് നേപ്പാളെ. കാരണം ഇവിടെ ഒരു പുതിയ കറൻസി, പുതിയ കൾച്ചർ, പുതിയ വേഷവിധാനങ്ങൾ, പുതിയ ഭാഷ. അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യം വിട്ട്, നമ്മുടെ കേരളം വിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് നേപ്പാളിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെയൊക്കെ ഞാൻ നേപ്പാളിലേക്ക് സ്വാഗതം ചെയ്യാണ്. കാരണം നമുക്ക് കേരളത്തിൽ നിന്നും ട്രെയിൻ സൗകര്യമുണ്ട്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ലീപ്പർ ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു തേർഡ് AC വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1500 രൂപയുടെ ഉള്ളിലാവുള്ളൂ. അതിനുശേഷം നിങ്ങൾ അവിടെ നിന്നും വന്നു കഴിഞ്ഞാൽ ഷെയർ ടാക്സി കിട്ടും, ടാക്സി കിട്ടും, ബസ് കിട്ടും. 154 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബസ് കിട്ടും. 2.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ ഗോരഖ്പൂർ ഇറങ്ങിയിട്ട് നേപ്പാൾ ഇന്ത്യ ബോർഡറായ സുനോലിയിലേക്ക്. അതേപോലെ നേപ്പാളിലേക്ക് കയറാൻ നമുക്ക് 3 ബോർഡർ ഉണ്ട്. 1 ബീഹാർ, 2 നമ്മുടെ കൽക്കട്ടയിൽ ഇറങ്ങിയിട്ട് നമുക്ക് കാക്കടിബിട്ട വഴി ഇങ്ങോട്ട് കയറാം. ബീഹാറിൽ ഇറങ്ങിയിട്ട് റെക്സോൾ വഴി കയറാം. ഉത്തർപ്രദേശിൽ ഇറങ്ങിയിട്ട് നമുക്ക് സുനോലി വഴി കയറാം. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പം നമ്മുടെ സുനോലി വഴി കയറുന്നത്. കാരണം ശ്രീബുദ്ധൻ്റെ ജന്മസ്ഥലമായ ലുംബിനി ഈ സുനോലി ബോർഡറിൻ്റെ അവിടെ നിന്നും 22 കിലോമീറ്റർ ഉള്ളൂ. അപ്പം നമുക്ക് അവിടെ നിന്നും വരുമ്പോൾ നമുക്ക് ലുംബിനി കണ്ട്, ലുംബിനിയിൽ നിന്ന് നമുക്ക് ചിത്വാൻ കണ്ട്, ലുംബിനിയിൽ നമുക്ക് പൊക്കറ കണ്ട്, പൊക്കറയിൽ നമുക്ക് കാഠ്മണ്ഡു കാണാം. അങ്ങനെ ഒരു 6 ദിവസം നമ്മൾ ഈ നേപ്പാളിൻ്റെ ഉള്ളിൽ കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാം കാണാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ നേപ്പാളിൽ കാണാനുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരില്ല. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഏഷ്യയുടെ ഒരു സ്വിറ്റ്സർലൻഡ് എന്നാണ് ഈ നേപ്പാൾ അറിയപ്പെടുന്നത്. കാരണം നമുക്കിവിടെ ഒരുപാട് പർവ്വതനിരകളുണ്ട്, തണുത്ത കാലാവസ്ഥയുണ്ട്, ഐസ് വീഴുന്ന സ്ഥലങ്ങളുണ്ട്. അതേപോലെ ഒരു കൊച്ചു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് പോലെ തന്നെ. 2.25 കോടി ജനസംഖ്യയുള്ളൂ നേപ്പാളിൽ. അപ്പോൾ നമ്മുടെ നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐസ് വീഴുന്ന സ്ഥലങ്ങൾ ഇഷ്ടംപോലെ കാണാം. അതേപോലെ നമുക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ്, അന്നപൂർണ ബേസ് ക്യാമ്പ്, ടിലിച്ചോ ലേക്ക്, രാര ലേക്ക്, അതേപോലെ തന്നെ നമ്മുടെ ചൈന ബോർഡർ, അതായത് നേപ്പാൾ ചൈന ബോർഡർ നമുക്ക് പോയി കാണാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ സ്കീയിങ് ഉള്ള കാളിഞ്ചൗക്ക് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് ട്രെക്കിംഗ് ഉള്ള സ്ഥലങ്ങളുണ്ട്. നമ്മുടെ യൂറോപ്യൻസൊക്കെ ഏകദേശം ഒരു വിൻ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് യൂറോപ്യൻസ് നമ്മുടെ അന്നപൂർണ ബേസ് ക്യാമ്പും എവറസ്റ്റ് ബേസ് ക്യാമ്പും അതേപോലെ എവറസ്റ്റ് കയറാനുള്ളവരൊക്കെ ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്ര ഒന്നും സമയങ്ങളും ദിവസങ്ങളും ഇല്ലെങ്കിലും നമുക്കൊരു 6 ദിവസം കൊണ്ട് ഈ പറഞ്ഞ പൊക്ര, ചിത്വാൻ, ലുംബിനി, കാഠ്മണ്ഡു കറങ്ങി തീരാവുന്നതേ ഉള്ളേ. അതിന് നമുക്കിപ്പോൾ ട്രെയിൻ വഴി വരുവാണെങ്കിൽ ഒരു 25,000 രൂപ താഴെ വരുള്ളൂ. അതായത് നമ്മളൊരു തേർഡ് AC ടിക്കറ്റ് എടുത്ത് നല്ല കംഫർട്ടബിൾ യാത്ര ചെയ്ത് നേപ്പാളിൻ്റെ ഉള്ളിൽ നമ്മൾ ബസ്സിൽ നല്ല AC ബസ്സിൽ കയറി അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് ഒരു 6 ദിവസം കൊണ്ട് നമുക്ക് വരാൻ പറ്റും. ഫ്ലൈറ്റിനെ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോരഖ്പൂർ കൂടി വരാം, ബാഗ്ഡോദര കൂടി വരാം, അതേപോലെ നമുക്ക് കാഠ്മണ്ഡു കൂടി വരാം, ലക്നൗ കൂടി വരാം. ആകെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് നമുക്ക് അവിടെ നിന്ന് പറ്റുന്നത് കാഠ്മണ്ഡു കൂടിയാണ്. ഇവിടെ 3 ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. പക്ഷെ ഒരെണ്ണമാണ് ശരിക്കും, കാഠ്മണ്ഡു മാത്രമേ ശരിക്കും വർക്കിംഗ് ആവുന്നുള്ളേ. മറ്റേത് 2 തുടങ്ങിയിട്ടുള്ളൂ. പൊക്രയിലും ബൈരവയിലും ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടെങ്കിലും അത് നമുക്ക് ശരിക്കും തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മലയാളികൾക്കെല്ലാം നേപ്പാളിന് വരാൻ പറ്റും. മിക്കവർക്കും ഈ കാര്യങ്ങൾ അറിയില്ലെങ്കിലും നമുക്കറിയാം. ഇപ്പോൾ ഇതേപോലെയുള്ള യാത്രക്കാർ, കവിരാജ് സാറിൻ്റെ ട്രാവൽസിൻ്റെ പേര്, യൂട്യൂബിൻ്റെ പേരെന്താ? വേൾഡ് ട്രാവൽ കവി. അതേപോലെ ഒരുപാട് യൂട്യൂബേഴ്സും ബ്ലോഗേഴ്സും ഇവിടെ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളെ ഇന്റർവ്യൂ ചെയ്ത് ഇതേപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട് ഇതാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ നേപ്പാളിൽ വരുന്നവർക്കെല്ലാം ഒരു താമസ സൗകര്യമൊക്കെ സൗജന്യമായിട്ട് കൊടുക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മലയാളികളെയൊക്കെ ഇതേപോലെയുള്ള രാജ്യങ്ങളിലേക്ക്, അതായത് നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും എളുപ്പമുള്ള രാജ്യമായ നേപ്പാളിലേക്ക് ഞങ്ങൾ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാണ്. അപ്പം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്നു പോയവരുടെ വീഡിയോ കാണുക. അവരുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ അവരോട് നേരിട്ട് ചോദിച്ചാലും മതി, അവരെല്ലാം പറഞ്ഞു തരും. അപ്പോൾ ഞാൻ എല്ലാ മലയാളികളെയും ഹാർദമായിട്ട് നേപ്പാളിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിങ്ങളെല്ലാവരും വരണം, കാണണം. അപ്പോൾ നേപ്പാളിൽ നിന്നും നിങ്ങളുടെ സ്വന്തം ബോബിയാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കവിരാജ് സാർ ചോദിക്കും. നിങ്ങൾക്കുള്ള സംശയങ്ങളും ചോദിക്കാവുന്നതാണ്. ബോബി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കുകയും ചെയ്ത് മനസ്സിലാക്കുകയും ചെയ്തു. ഈ നിലയിൽ തന്നെ ചിലപ്പോൾ ചില പ്രേക്ഷകർക്കൊരു സംശയം തോന്നാൻ സാധ്യതയുണ്ട്. അതായത് ബോബി പറഞ്ഞ് ഇവിടെ വരുന്ന മലയാളികൾക്ക്, എനിക്ക് പരിചയപ്പെട്ട് വരുന്ന മലയാളികൾക്കെല്ലാം ഞാൻ സൗജന്യമായിട്ട് അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ള സപ്പോർട്ടെല്ലാം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ബോബി ഉദ്ദേശിക്കുന്നതെന്ത്, അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ തരുന്ന ഒരു വിദേശ രാജ്യത്ത് ഞങ്ങൾക്ക്
അക്കോമഡേഷൻ തരുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിൽ എന്താണ് ബോബി ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകന് തോന്നാമെന്ന് സംശയമാണ്. അത് വളരെ മനോഹരമായൊരു ചോദ്യമാണ്, അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതേ, നമുക്ക് യൂറോപ്പ് പോയാലും ആഫ്രിക്ക പോയാലും അമേരിക്ക പോയാലും ഓസ്ട്രേലിയ പോയാലും ന്യൂസിലൻഡ് പോയാലും ഇനിയിപ്പോൾ ഏത് വിദേശ രാജ്യത്ത് പോയാലും നമുക്ക് നമ്മുടെ മക്കളെ കാണണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ കാണണമെങ്കിൽ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് വെക്കണം, നമ്മളതിനൊരു സമയം വെക്കണം. നമുക്കത് അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട്. നമ്മുടെ നേപ്പാൾ എന്ന് പറയുമ്പോൾ വളരെ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ്, വളരെ മനോഹരമായ രാജ്യമാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങളൊക്കെ വരുമ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് പോലും മേടിക്കേണ്ട. ഞാനിവിടെ ഒരു 15 കൊല്ലമായി സോഷ്യൽ വർക്ക് ഫീൽഡിലാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു അതിഥി വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു അതിഥി വന്നു കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ തന്നെയുള്ളൂ. ടെക്നിക്ക് ഈസ് വെരി സിമ്പിൾ. അത് ഉത്തരം എനിക്ക് വളരെ മനസ്സിലായി. പക്ഷേ എന്നെ സഹായിച്ചത് എന്നെ യാതൊരു പരിചയം പോലും ഇല്ല. നേരിട്ട് കണ്ടുന്നത് പോലും നമ്മൾ ഇന്നാണ്. ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഫോണിൽ കൂടെ മാത്രം സംസാരിച്ച് എനിക്ക് ഒരു കൈവിട്ട് അപ്പോൾ ഡേ വന്നിട്ട് എന്നെ സഹായിച്ചു. അതായത് ഇവിടുത്തെ 2 ഫ്ലൈറ്റ് ടിക്കറ്റ് വേണമായിരുന്നു ഡൊമസ്റ്റിക്ക്. അന്ന് എനിക്ക് എൻ്റെ പൈസ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഗോപിയുടെ അക്കൗണ്ടിൽ നിന്ന് ഗോപി വാങ്ങിക്കുകയും ടിക്കറ്റ് ബുക്ക് ചെയ്യും. അതിനുശേഷം ബാക്കി പൈസ ഞാൻ റീഫണ്ട് ചെയ്യുകയും ചെയ്തു. ഇത്രത്തോളം ഒക്കെ ചെയ്യുന്നു. ഇത്രത്തോളം ഒരു സോഷ്യൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആൾക്കാർക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഞാൻ ഈ വിവരങ്ങൾ ഇവിടെ പോരുന്നതിന് മുൻപായിട്ട് തന്നെ എൻ്റെ 2 കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ എൻ്റെ ഉദ്ദേശം എന്താ, ഗോപിയുടെ ഉദ്ദേശം എന്താ, അതാണ് അവരുടെ എല്ലാ സംശയം. ഇപ്പോൾ ഏതായിട്ടും അവർക്കത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. കൂടുതലായിട്ട് വിശേഷിക്കാനുണ്ടോ ഗോപിക്ക്? നമ്മൾ ഈ ലോകത്തിൽ, ഞാൻ ഈ നേപ്പാളിൽ വരുമ്പോൾ എൻ്റെ കയ്യിൽ ആകെ 2000 രൂപ പിടിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ കടന്നു വന്ന വഴികൾ, അതിലനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഇനി വരുന്നവർക്ക് അനുഭവിക്കണം, അവരും എന്നെ പോലെ ആകട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്നവർക്കെല്ലാം യാത്ര വളരെ ദുഷ്കരമായിരിക്കും. കാരണം നേപ്പാൾ എന്ന് പറഞ്ഞ രാജ്യം നമുക്കറിയാം, തൊട്ട അയൽപക്കാണ്, വിസയുടെ ആവശ്യമില്ല, പാസ്പോർട്ടോ തിരിച്ചറിയൽ കാർഡോ അതായത് ആധാർ കാർഡോ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ ID ഉണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും യാത്ര ചെയ്യാവുന്ന രാജ്യമാണ് നേപ്പാൾ. അപ്പോൾ നമ്മൾ ഒരാളെ സഹായിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്കൊന്നും കുറഞ്ഞു പോകുന്നില്ല. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ സാധാരണ മലയാളികൾ ചിന്തിക്കും, ഞാൻ അവനെ സഹായിച്ചാൽ എനിക്കത് കുരിശാവും. ഒരു മനുഷ്യനും എൻ്റെ അടുത്ത് വരുന്നതിൽ അല്ലെങ്കിൽ ഈ രാജ്യം കാണാൻ വരുന്നവരിൽ ആരും വേറൊരു ദുരുദ്ദേശത്തോടെ വരുന്നില്ല. അവർക്ക് ഈ രാജ്യം ഒന്ന് കാണണം. അപ്പോൾ അവർ മെൻ്റലി പ്രിപ്പയർ ആയിട്ടായിരിക്കും അവർ വരുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യം എന്താ, ജസ്റ്റ് ഒരു സഹായം, ജസ്റ്റ് ചില സംശയങ്ങൾ തീർക്കണം. മോർ ദാൻ ദാറ്റ് ദേ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സിം കാർഡ് എടുക്കുന്നത് എങ്ങനെയാണ്, എവിടെയാണ് ഇറങ്ങേണ്ടത്, ഏറ്റവും ചെറിയ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ പോകാം, പെട്ടെന്ന് എങ്ങനെ എത്താം, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് എന്ത് കുറയുന്നു? ഐ ഡോണ്ട് ലൂസ് എനിത്തിങ്, യുനോ. വളരെ കാര്യമായിട്ട് വിശദമായിട്ട് പറഞ്ഞെല്ലാം മനസ്സിലായി. പക്ഷേ അതിനൊക്കെ അപ്പുറം ലോകത്ത് ആരും ഇന്നവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു വാചകമാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ഇവിടെ വരുന്നവർക്ക് താമസ സൗകര്യം വരെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ആര് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അങ്ങനെ? നമ്മുടെ നാട്ടിലാരെങ്കിലും നിങ്ങളോട് പറയുമോ? വീഡിയോ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ അഭിമുഖത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ എൻ്റെ ഈ നേപ്പാൾ യാത്രയുടെ അവസാനത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അഭിപ്രായങ്ങൾ യൂട്യൂബിലൂടെ തന്നെ അറിയിക്കുകയും ചെയ്യുക. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണാം.